ആദ്യം തന്നെ എല്ലാവർക്കും വിഷു ആശംസകൾ. വിഷുവായിട്ട് എന്താ എല്ലാവരും പരിപാടി? അടിച്ചു പൊളിക്കല്ലേ? അപ്പോൾ ഞാനിവിടെ എന്താ പറയുക, നമ്മുടെ മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അച്ചാർ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചാർ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വരെ അച്ചാർ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ചെറിയൊരു 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ടാക്കി കൊടുക്കാം. കട്ടാക്കി കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയത്തേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് കടുകും ഉലുവയും കൂടി വറുത്തിട്ടൊന്ന് പൊടിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നല്ലെണ്ണ അല്ല ഒഴിച്ചു കൊടുക്കുന്നത്, സാധാരണ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ വെളുത്തുള്ളി രണ്ടായിട്ട് മുറിച്ച ഇതും കൂടി ഇട്ട് കൊടുക്കണം. ഒരുപാട് വെളുത്തുള്ളിയുടെ ആവശ്യമില്ല, എന്നാലും കുറച്ച് വെളുത്തുള്ളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണം കേട്ടോ. കുറച്ച് ചൂടൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികളായിട്ട് ഞാനിവിടെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കാശ്മീരി മുളക് പൊടി കൂടി മിക്സാക്കിയിട്ട് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച ഉലുവയും കടുകും കൂടി ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീയൊന്ന് കത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നല്ല പോലെ ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാങ്ങ കൂടി ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ മാങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അടിപൊളി കിടിലനായിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ഒരിക്കൽ കൂടി വിഷു ആശംസകൾ. താങ്ക് യു.